നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 15-കാരിയുടെയും ഓട്ടോറിക്ഷ ഡ്രൈവറായ 42-കാരൻ പ്രദീപ് കുമാറിന്റെ മരണത്തിൽ നടുങ്ങിയിരിക്കുകയാണ് പൈവളിക്ക്. കാണാതായ മകളെ കണ്ടെത്തി തരണമെന്ന് നെഞ്ചുനീര് നടന്ന അമ്മയ്ക്ക് ഒടുവിൽ ചേതനയേറ്റ ശരീരമാണ് കാണാൻ കഴിഞ്ഞത്. അന്നൊന്നും കിട്ടാത്ത നീതി മരണശേഷിവെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ് അവർ. ഇതിനായി മകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്തണമെന്ന് പെൺകുട്ടിയുടെ അമ്മ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കുടുംബത്തെ സഹായിക്കാമെന്ന് പറഞ്ഞ് പ്രദീപ് വീട്ടിൽ വരാറുണ്ടായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ മാതാവ് പറയുന്നു. ഇയാൾക്കെതിരെ 2 വർഷം മുമ്പ് സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിൽ പരാതി നൽകിയിരുന്നു. അവിവാഹിതനായ പ്രദീപ് പെൺകുട്ടിയുടെ വീടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. പെൺകുട്ടിയുടെ വീടിന് 200 മീറ്റർ മാത്രം അകലെയുള്ള ഗ്രൗണ്ടിന് സമീപത്തെ അക്കേഷ്യ തോട്ടത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തുടക്കത്തിൽ ഇരുവരുടെയും മൊബൈൽ ലൊക്കേഷൻ മനസ്സിലാക്കി ഇതിനടുത്ത് അടക്കം തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കർണാടകയിലേക്ക് കടന്നിരിക്കാമെന്ന നിഗമനത്തിൽ അവിടെ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ഇരുവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ സഹായത്തോടെ 100ഓളം പോലീസുകാർ നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഈ സ്ഥലത്തിന് സമീപം കോഴി ഫാം ഉള്ളതിനാലാണ് ദുർഗന്ധം അറിയാതിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. കാണാതാകുമ്പോൾ ധരിച്ചിരുന്ന അതേ വസ്ത്രങ്ങൾ തന്നെയായിരുന്നു മൃതദേഹങ്ങളിൽ. 2 ഫോണുകൾ, കത്തി, ചോക്ലേറ്റ് എന്നിവ സമീപത്ത് നിന്ന് തന്നെ കണ്ടെത്തി. മരത്തിൽ കയറുന്നതിനായി കല്ലുകൾ എടുത്തു വച്ചിരുന്നു. കയറ് മുറിക്കാൻ കടയിൽ നിന്ന് പേനക്കത്തി വാങ്ങിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വീടിന് അടുത്തുണ്ടായിട്ട് പോലും പെൺകുട്ടിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് ആരോപിച്ച് സഹോദരൻ രംഗത്തെത്തി. ഇത്ര ടെക്നോളജി ഉണ്ടായിട്ടും പെൺകുട്ടിയെ കണ്ടെത്താൻ വൈകിയെന്നും സഹോദരൻ ആരോപിച്ചു. പെൺകുട്ടിയുടെ മാതാവ് ഹൈക്കോടതി നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. കേസ് ഡയറിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവ് നൽകിയിരുന്നു. പെൺകുട്ടിയുടെ മാതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. പെൺകുട്ടിയുടെയും യുവാവിനെയും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയതായി സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അറിയിച്ചിരുന്നു. എന്നാൽ ഹേബിയസ് കോർപ്പസ് ഹർജിയിലെ നടപടികൾ തൽക്കാലം അവസാനിപ്പിക്കുന്നില്ലെന്നും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വ്യക്തത വന്ന ശേഷം തീരുമാനമെടുക്കുകയുള്ളൂ എന്നുമാണ് ഹൈക്കോടതി നിലപാട്. തുടർന്നായിരുന്നു കേസ് ഡയറി വിളിപ്പിച്ചു വരുത്താനുള്ള ഇടക്കാല ഉത്തരവിറക്കിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായും സർക്കാർ വ്യക്തമാക്കി. പോലീസ് കാലതാമസം വരുത്താതെ വേഗത്തിൽ അന്വേഷിച്ചിരുന്നുവെങ്കിൽ തന്റെ മകൾ ജീവനോടെ ഉണ്ടാകുമെന്നായിരുന്നു അമ്മയുടെ വാദം. ഇന്നും ഹൈക്കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു. പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ എന്നാണ് പോലീസ് അന്വേഷണം നടത്തിയതെന്നും സംഭവത്തിൽ പോക്സോ കേസ് ചുമത്തി അന്വേഷണം വേഗത്തിൽ നടത്തണമെന്നുമായിരുന്നു ഹൈക്കോടതി നിരീക്ഷിച്ചത്. ഇരുവരുടെയും കോൾ റെക്കോർഡ്സ് എപ്പോഴാണ് പരിശോധിച്ചതെന്ന് ചോദിച്ച കോടതി പെൺകുട്ടിയുടെ മരണം എപ്പോഴാണ് സംഭവിച്ചതെന്നും ചോദിച്ചു. കാണാതായ ദിവസം തന്നെ പെൺകുട്ടി മരിച്ചുവെന്ന് പോലീസ് കോടതിയിൽ മറുപടി പറഞ്ഞു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കടത്തിക്കൊണ്ടുപോയി കടത്തുന്ന ടാക്സി ഡ്രൈവർ പ്രദീപിനെയും 2 ദിവസം മുമ്പാണ് വീടിന് സമീപത്തെ കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരത്തിന്റെ ഒരേ ചിലയിൽ തൂങ്ങിമരിച്ച ഇരുവരുടെ മൃതദേഹം ജീർണിച്ച നിലയിലായിരുന്നു. സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. കേസ് ഡയറിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ചൊവ്വാഴ്ച നേരിട്ട് ഹാജരാകണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. കോടതി നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് കോടതിയിൽ നേരിട്ടെത്തി കേസ് ഡയറി സമർപ്പിച്ചു. കൃത്യവിലോപം പോലീസിൽ നിന്നും ഉണ്ടായോ എന്ന് പരിശോധിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കി. സ്ത്രീകളെയോ കുട്ടികളെയോ കാണാതായാൽ പോലീസ് അപ്പോൾ തന്നെ അന്വേഷണം ആരംഭിക്കണം. പെൺകുട്ടിയുടെ മൊബൈൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് ഉള്ളത്? പോലീസ് നായ പ്രദേശത്ത് പരിശോധന നടത്തിയത് എന്നാണ്. പെൺകുട്ടിയുടെ മരണം സംഭവിച്ച ദിവസങ്ങൾ കഴിഞ്ഞിരുന്നില്ലേ? എന്തുകൊണ്ടാണ് പോലീസ് നായയുടെ പരിശോധന വൈകിയതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. എന്നാൽ പെൺകുട്ടി ഒളിച്ചോടിപ്പോയെന്നാണ് കരുതിയതെന്ന് പോലീസ് മറുപടി നൽകി. ഇതോടെ 15 വയസ്സുള്ള പെൺകുട്ടിയെ അല്ലേ കാണാതായതെന്ന് ചോദിച്ച കോടതി പോക്സോ കേസായി വേഗത്തിലുള്ള അന്വേഷണമല്ലേ വേണ്ടിയിരുന്നത്? പ്രായപൂർത്തിയായ സ്ത്രീ എന്ന നിലയിലാണ് പോലീസിന്റെ അന്വേഷണം നടന്നതെന്നും കോടതി വിമർശിച്ചു. പെൺകുട്ടി എന്ന നിലയിലായിരുന്നു അന്വേഷണം നടത്തേണ്ടിയിരുന്നത്. മൊഴികളെ വിശദാംശങ്ങൾ ഹാജരാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. കേസ് ഡയറി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ കോടതി ഉച്ചയ്ക്ക് 1:45 വീണ്ടും പരിഗണിക്കാമെന്നും വ്യക്തമാക്കി. കുട്ടികൾ വിലപ്പെട്ടതാണ്, അത് പോലീസ് മറക്കരുത്. പോലീസിന് പാഠമായി മാറണമെന്നും മരിച്ച പെൺകുട്ടിയുടെ കുടുംബത്തിനൊപ്പമാണെന്നും ഹൈക്കോടതി പറഞ്ഞു. ഫെബ്രുവരി 12 പുലർച്ചെയാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതായത്. സഹോദരിക്കൊപ്പം കിടന്നുറങ്ങിയ പെൺകുട്ടി വീടിന്റെ പിൻവാതിൽ തുറന്ന് പുറത്തേക്ക് പോയി എന്നായിരുന്നു രക്ഷിതാക്കളുടെ മൊഴി. മൊബൈൽ ഫോണും പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. ആദ്യം ഫോണിൽ ബെല്ലടിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. പിന്നീട് മൊബൈൽ ടവർ ലൊക്കേഷൻ അനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹങ്ങൾക്ക് 20 ദിവസത്തിൽ അധികം പഴക്കമുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത്. മൃതദേഹങ്ങൾ ഉണങ്ങിയ നിലയിൽ, അതായത് മമ്മിഫൈഡ് ആയിരുന്നു. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത്. കൂടുതൽ പരിശോധനയ്ക്കായി മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ആത്മഹത്യക്ക് കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല. ഇരുവരുടെയും ഫോണുകൾ പരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. ഞായറാഴ്ച രാവിലെ മുതൽ 52-അംഗ പോലീസ് സംഘവും നാട്ടുകാരുമടക്കം വ്യാപക തെരച്ചിൽ നടത്തി വരുന്നതിനിടെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
പൈവിളികയിലെ പെൺകുട്ടിയുടെ വീടിന് സമീപമുള്ള മണ്ടേക്കാപ്പ് ഗ്രൗണ്ടിനടുത്തുള്ള അക്കീഷ്യ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇരുവരെയും കണ്ടെത്തിയത്. ഇരുവരുടെ മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമാണ് ഉണ്ടായിരുന്നത്, ഏകദേശം 20-ലധികം ദിവസങ്ങളുടെ. ഫെബ്രുവരി 12 മുതലായിരുന്നു പെൺകുട്ടിയെ കാണാതായത്. മാതാപിതാക്കൾ പരാതിയിൽ ഉന്നയിച്ചിരുന്നതും അതുതന്നെയാണ്. ഡ്രോൺ അടക്കമുള്ളവ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു. ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണിത്. തോട്ടത്തിലെ ഉൾഭാഗങ്ങളിലാണ് കൂടുതൽ തെരച്ചിൽ നടന്നിരുന്നതെന്നും നേരത്തെ ഈ ഭാഗത്ത് തെരച്ചിൽ കാര്യക്ഷമമല്ലായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ ദിവസമാണ് പ്രദീപിന്റെ ഫോണും ഓഫായത്. അന്വേഷണത്തിൽ ഇയാൾ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയെന്നാണ് പോലീസ് ആദ്യം സംശയിച്ചത്. ഇയാളുടെ ഫോണും 12-ാം തീയതി തന്നെ സ്വിച്ച് ഓഫായി. മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തി വീടിന്റെ സമീപത്തെ കാട്ടിൽ പ്രദേശവാസികളും പോലീസും തിരച്ചിൽ നടത്തിയിരുന്നു. പ്രദീപ് പോകാനിടയുള്ള കർണാടക മടിക്കേരിയിലെയും കൂർഗിലെയും ബന്ധുവീടുകളിലും പോലീസ് പരിശോധന നടത്തി. പക്ഷേ ഫലമുണ്ടായില്ല. ദിവസങ്ങളായി കുട്ടിയെ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ വ്യാപകമായി പോലീസിനെതിരെ രംഗത്ത് വന്നു. തുടർന്നായിരുന്നു കുട്ടിയുടെ മാതാവ് മഞ്ചേശ്വരം MLA AKM അഷ്റഫിന് വിവരം അറിയിച്ചു. തുടർന്ന് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തത്. ഇവർ കാട്ടിലേക്കോ മറ്റോ പോയിട്ടുണ്ടാകുമെന്ന് കരുതിയാണ് അവിടങ്ങളിലൊക്കെ പരിശോധിച്ചത്. ഈ ഭാഗത്ത് കോഴി ഫാമുണ്ട്. അവിടെ നിന്നുള്ള ദുർഗന്ധം കാരണം മൃതദേഹം ആഴിക്കത് തിരിച്ചറിയാനായില്ല. പരിസരത്തെ വീടുകളിൽ ചെന്ന് അസ്വാഭാവിക മണം വരുന്നോ എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ മണമില്ല എന്ന് നാട്ടുകാർ പറഞ്ഞതോടെയാണ് കാട്ടിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയും വിപുലമായ അന്വേഷണം നടത്തി. ഇവർ പരിസരത്തുണ്ട് എന്ന് പോലീസ് സംശയം പറയുമ്പോൾ ഇവിടെ ഇല്ലെന്ന തരത്തിലാണ് വീട്ടുകാരും നാട്ടുകാരും നിന്നത്. അതാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ വൈകിയതെന്നാണ് പോലീസ് പറയുന്നത്. ഒരു സാധനങ്ങളും പണവും കയ്യിലെടുക്കാതെയാണ് ഇരുവരും പോയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കുട്ടി അയൽവാസിയുമായി ഒളിച്ചോടിയെന്നാണ് കഥകൾ പറയുന്നത്. കുടുംബവും ബന്ധുക്കളും പറഞ്ഞതനുസരിച്ച് ഇരുവരും മുംബൈയിലേക്ക് ഉൾപ്പെടെ പോയി എന്ന ചർച്ചകൾ പോലീസും വിശ്വസിക്കുകയായിരുന്നു. ഇവരുടെ ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും ഡ്രോൺ പരിശോധന നടത്തുകയും ചെയ്തുവെങ്കിലും ഒരു തുമ്പും കണ്ടെത്താനായില്ല. പോക്സോ കേസ് ആയിട്ട് പോലും പോലീസ് വേണ്ട രീതിയിൽ എടുത്തില്ല. ടവർ ലൊക്കേഷൻ നിസ്സാരവൽക്കരിക്കുകയും ചെയ്തു. ഇരുവരുടെ മരണത്തിൽ നിശബ്ദമായി കരയുകയാണ് പൈവിളിക ഗ്രാമം. SSLC പരീക്ഷ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായാണ് വീട്ടിൽ നിന്ന് പെൺകുട്ടിയെ രാത്രി കാണാതായത്. പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നതിനിടെയായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ച പ്രദീപിനെതിരെ പെൺകുട്ടിയുടെ പഠിച്ച സ്കൂളിലെ അധ്യാപകർ 2 വർഷം മുമ്പാണ് ചൈൽഡ് ലൈനിൽ പരാതി നൽകിയത്. അന്ന് തുടർ നടപടി ഉണ്ടായില്ലെന്ന് പെൺകുട്ടിയുടെ മാതാവ് പറഞ്ഞു. എന്നാൽ ഇവർ തമ്മിൽ സഹോദര സ്നേഹമെന്നാണ് അന്ന് പറഞ്ഞൊഴിഞ്ഞത്. ഇത് വീട്ടുകാരും അംഗീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.